ശാരീരികപരമോ മാനസിക വൈകാരിക ഇന്ദ്രിയ സംബന്ധമായോ പോഷകാഹാര പരിമിതിയോ പാരമ്പര്യമോ ആയ കാരണങ്ങൾ അഥവാ അവയുടെ ഒത്തുചേരലുകൾ കൂടിച്ചേരലുകൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുടെ പരിണിത ഫലമാണ് ഭിന്നശേഷി. നമുക്കിവരെ ചേർത്ത് പിടിക്കാം. കരുതലിന്റെ കരുത്ത് അവർക്കൊപ്പം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്താൻ ഭിന്നശേഷിക്കാർക്ക് താങ്ങും തണലുമാവാൻ നമുക്ക് കഴിയണമെന്ന് വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം വർണ്ണച്ചിറകുകൾ 2024-25 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PK വേണുഗോപാൽ. അനുഭവങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഈ നാടിനും ലോകത്തിനുമാകെ ഏറെ ആശ്ചര്യപ്പെടുന്ന രൂപത്തിലുള്ള കഴിവുകൾ കണ്ടെത്താൻ ഈ ലോകത്തിലൊട്ടേറെ ഗുണവാനുകൾ പഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏറെ ശ്രദ്ധേയമായ രൂപത്തിൽ അവരുടെ സംഘവാസികളെ അവരുടെ കഴിവുകളെ പരിപോഷിച്ചുകൊണ്ട് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവരെ നമ്മളോടൊപ്പം നെഞ്ചോടൊപ്പം ചേർന്ന് നിർത്തി അവരെ ഈ നാടിന്റെ എല്ലാ നിലയിലുള്ള സഹോദര സ്പർശിയായി അവരുടെ പ്രവർത്തനങ്ങളെ വിനിയോഗിക്കുവാൻ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ആത്മപ്രവർത്തനമായ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന ജോസഫ് അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാദാസ്, രാമഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R രാജമോൻ, കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TT സത്യദാസ്, പുളുങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീനു ജോസഫ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത രാജേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പ്രീതി സജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MV വിശ്വംഭരൻ, പ്രമോദ് ചന്ദ്രൻ, റോജി ജോസഫ് മണല, സന്ധ്യ സുരേഷ്, സരിത സന്തോഷ്, ആശ ജോസഫ്, സൗമ്യ മോഹൻ, CV രാജീവ്, വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ബിൻസിമോൾ വർഗീസ്, CDPO MG രേഖ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഉജ്ജ്വല ബാല പുരസ്കാര ജേതാവ് മാസ്റ്റർ മുഹമ്മദ് യാസിന്റെ സംഗീത വിരുന്നും കുട്ടികളുടെ കലാസാഹിത്യ മത്സരങ്ങളും തുടർന്ന് നടന്നു. മാമ്പുഴക്കരി സ്വാമി സത്യവ്രത സ്മാരക ഓഡിറ്റോറിയത്തിലാണ് കലോത്സവ പരിപാടികൾ നടന്നത്. ഹരീഷ് കൃഷ്ണൻ, കാഴ്ച.